നമസ്കാരം. G20 ഉച്ചകോടി ഇന്ത്യ വിജയകരമായി നടത്തിയത് ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും മുതൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെല്ലാം ഒരുമിച്ച് പങ്കെടുത്ത ഈ ഒരു പരിപാടി ഇന്ത്യ എത്ര വിജയകരമാണ് അന്ന് നടത്തിയത്. ആ ഉച്ചകോടിക്കിടയിൽ ഒരു അവസരം പോലും ഉയരാതെ ശ്രദ്ധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യ എത്ര കാര്യക്ഷമതയോടുകൂടിയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് എന്നുള്ളതിനെ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പല ഉച്ചകോടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വിപുലമായ, ഇത്രയും വിദേശ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടി ഇന്ത്യ ഒരിക്കലും നടത്തിയിട്ടില്ലായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു മികച്ച പ്രകടനം ഇപ്പോൾ ഒരു പുതിയ അവസരം ഇന്ത്യക്ക് പ്രദാനം ചെയ്യുകയാണ്. അത് ഇത്തവണത്തെ, അതായത് ഈ വർഷം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ പ്രധാന സുരക്ഷാ ചുമതല ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും കൈകാര്യം ചെയ്യുക. G20 ഉച്ചകോടി നടത്തി വിജയകരമായി കാട്ടിയതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇത് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ വൃത്തങ്ങൾ പറയുന്നത്. ഇന്ത്യക്ക് ഇതൊക്കെ വളരെ ഭംഗിയായി നടത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ, കാരണം ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ചില ആളുകൾ ഒറ്റയ്ക്ക് തെരുവിലിറങ്ങി കത്തിയുമായി മറ്റും ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരീസിൽ അങ്ങേയറ്റം സുരക്ഷ ഇപ്പോൾ ആവശ്യമാണ്. ഈ വരുന്ന ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇവിടെ അത്ലറ്റുകളുടെ സുരക്ഷ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്താകട്ടെ ഈ പരിപാടി പങ്കെടുക്കാൻ വരുന്ന മറ്റ് VIP-കളുടെ, പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ തന്നെ ഒരുപക്ഷെ ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തും, അവരുടെ സുരക്ഷ മറ്റൊരു വശത്ത്. ഇങ്ങനെ നോക്കുമ്പോൾ അതീവ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തിയ പേര് ഭാരതമായിരുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ IS തീവ്രവാദികളെയും അൽ-ഖ്വയ്ദയൊക്കെ തന്നെ, അതല്ലെങ്കിൽ കാശ്മീർ തീവ്രവാദികളെയും എല്ലാം തന്നെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള, വളരെ ചെറിയൊരുക്കുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യയിലുള്ളത് എന്ന കാര്യം പാശ്ചാത്യ ലോകത്ത് തന്നെ ഈയിടെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാകാം ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഫ്രഞ്ച് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ വേറെ ഒരുപാട് രാജ്യങ്ങളുടെയും സഹായം ഫ്രാൻസ് തേടുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും മുൻഗണന ലഭിച്ചത് ഇന്ത്യക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെ വിശദമായ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് അയക്കേണ്ട ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരെയാണ്, അല്ലെങ്കിൽ വിദഗ്ധരെയാണ് അങ്ങോട്ട് അയക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാവുകയും ഇവിടെ നിന്നുള്ള നമ്മുടെ സുരക്ഷാ സൈനികർ എത്രയും വേഗം അവിടെ എത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്നൊക്കെ എത്തുന്ന കായിക താരങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണ്. നമുക്കെല്ലാം അറിയാം, 1970കളുടെ തുടക്കത്തിൽ മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ വേദിയിൽ അവിടെ കടന്നു കയറിയ പാലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേൽ കായിക താരങ്ങളെ വെടിവെച്ച് വന്നത്. പിന്നീട് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദെ ഇവരെ ഓരോരുത്തരെയായി പിന്തുടർന്ന് അവരെ വകവരുത്തുകയായിരുന്നു. എങ്കിൽ പോലും മ്യൂണിക് ഒളിമ്പിക്സിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയുള്ള ഒന്നായിരുന്നു അവിടെ ഒളിമ്പിക്സ് വില്ലേജിൽ ഇത്തരത്തിൽ തീവ്രവാദികൾ കയറിപ്പറ്റി കായിക താരങ്ങളെ വെടിവെച്ച് വന്നത്. മുമ്പൊരിക്കലും നമ്മുടെ കായിക ചരിത്രത്തിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു തീവ്രവാദി ആക്രമണത്തിന് ശക്തിപ്പെട്ടു വരുന്ന ഒരു സമയത്ത്, ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഈ തീവ്രവാദികളൊക്കെ തന്നെ അമർച്ച ചെയ്ത് നല്ല തഴക്കവും പഴക്കവുമുള്ള ഇന്ത്യയിലെ സുരക്ഷാ വിഭാഗം ഒളിമ്പിക്സിൻ്റെ സുരക്ഷാ ചുമതല ഏൽക്കാൻ വരുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒളിമ്പിക്സിൻ്റെ സുരക്ഷയ്ക്കായി ഫ്രാൻസിൽ നിന്ന് തന്നെയുള്ള 45,000-ഓളം പോലീസുകാരെയാണ് ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. 18,000 പേരെ കൂടി ഇനിയും ഉൾപ്പെടുത്തും എന്നാണ് ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സൂചന. പാരീസ് ഒളിമ്പിക്സിൻ്റെ സുരക്ഷയ്ക്കായി തങ്ങളുടെ സുരക്ഷാ സേനയെയും അയക്കാമെന്ന് പോളണ്ട് ഇതിനോടകം തന്നെ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തവണ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ തെളിയുമ്പോൾ അവിടെ അതിൻ്റെ സുരക്ഷയ്ക്കായി ഫ്രാൻസിൻ്റെ, പാരീസിൻ്റെ, അവിടെ എത്തുന്ന കായിക താരങ്ങളുടെ, VIP-കളുടെയൊക്കെ സുരക്ഷയ്ക്കായി ഒരു സംഘം ഇന്ത്യൻ സുരക്ഷാ ഭടന്മാർ ഉണ്ടാകും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായും അഭിമാനകരമായൊരു നേട്ടമാണ്. കായിക രംഗത്ത് ഇന്ത്യ ഇന്ന് കുതിക്കുകയാണ്. അതുപോലെ തന്നെ കായിക സുരക്ഷാ മേഖലയിലും ഇന്ത്യ
കരുത്തുറ്റ ഒരു ടീം തന്നെയാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള മികച്ച അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.